ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്ത കാര്യം ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ആരാ ഞാൻ അറിഞ്ഞൂട്ടോ. ആരാ? ആ ക്രിസ്റ്റീന. അത് ശരി, അവളാണല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുന്നത്. അഹങ്കാരമാണ് അവൾക്ക്. 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാനാ ടീച്ചർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചു പണി കൊടുക്കണം അവൾക്ക്. എന്ത് പണി? കൂലിപ്പണിയാ? ഇത്ര റിസ്ക് ആണ്. എങ്കിലും ഞാൻ പറയാം. ഷൂ പുറത്തൊരുട്ട് ക്രിസ്റ്റീന ലാബിൽ കയറുമ്പോൾ ആര് പറയാതെ അവളുടെ ഷൂവിനുള്ളിൽ കൂർത്ത കുറച്ച് കല്ലുകൾ കൊണ്ടുവന്നിടണം. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങുമ്പോൾ ഷൂ ഇടും. അപ്പോൾ അവളുടെ കാലിൽ ആ കൂർത്ത കല്ലുകൾ പറഞ്ഞു കയറും. പിന്നെ അയ്യോ അയ്യോ ടീച്ചറെ ഓടി വായോ. നീ ഒച്ച വെച്ചെല്ലാം പൊളിക്കും. ഇത് ഇത്തിരി കൂടിപ്പോയി. പിടിക്കപ്പെട്ട ഈ സ്കൂളിലെ പഠിപ്പ് നമ്മുടെ അവസാനിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പദ്ധതി അങ്ങ് ഉപേക്ഷിക്കാം. നീ 100 പ്രാവശ്യം മെമ്പോസിഷൻ എഴുതി ടീച്ചറെ കാണിക്കുക. അയ്യോ അത് വേണ്ട. 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി എനിക്ക് പറ്റില്ല. ഇല്ലല്ലോ, പിന്നെ നിന്നെ ഒറ്റ കൊടുത്താൽ ക്രിസ്റ്റീനയ്ക്ക് ഒരു പണി കൊടുക്കുന്നതല്ലേ നല്ലത്. അതെ അതെ. ഹലോ. എന്താ ഷൂവിനകത്ത് കല്ലുകൾ പറക്കി ഇടുകയായിരുന്നോ? എന്ത്? എവിടെ? ഏത് ഷൂ? ഞങ്ങൾ ഷൂവിനകത്തൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടതോ ക്രിസ്റ്റീന ഒരു മിടുക്കിയാണ്. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവൾ, എല്ലാ കാര്യങ്ങളിലും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവൾ. അവളുടെ കാലുകൾ കല്ലുകളിൽ തട്ടാൻ കർത്താവ് അനുവദിക്കില്ല. ചങ്ങാതിമാരെ, നിങ്ങൾ അവളുടെ ഷൂസിലിട്ട കല്ലുകൾ ഞാൻ എടുത്തു കളയും. തീരുമാനിച്ചോ? എപ്പോഴേ തീരുമാനിച്ചു. നന്മ വിതച്ചവർ നന്മ കൊയ്യും, തിന്മ വിതച്ചവർ തിന്മ കൊയ്യും. നല്ലവരെ കർത്താവ് സംരക്ഷിക്കും. ഞങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യം ടീച്ചറിനോട് പറഞ്ഞു കൊടുത്തതാ ആ ക്രിസ്റ്റീനയാ. അതുകൊണ്ട് അവർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് 100 പ്രാവശ്യം മെമ്പോസിഷൻ എഴുതാനാണ് ടീച്ചർ ഡിഗ്രിയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് 100 പ്രാവശ്യം എംബോസിഷൻ എഴുതി ടീച്ചറെ കാണിക്കാമായിരുന്നില്ലേ? 100 പ്രാവശ്യം മെമ്പോസിഷൻ എഴുതി എന്ന് തീരാനാ? 10 പ്രാവശ്യമായിരുന്നെങ്കിൽ എഴുതാമായിരുന്നു. ഒരു തവണ നോട്ട് കംപ്ലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? നിങ്ങളുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ ബാധിക്കും എന്ന് കരുതിയല്ലേ ക്രിസ്റ്റീന ടീച്ചറോട് പറഞ്ഞത്? നിങ്ങളുടെ നന്മയ്ക്കായല്ലേ. പക്ഷേ നിങ്ങൾ ക്രിസ്റ്റീനയെ ഒരു ശത്രുവായി കണ്ടു. അറിയാതെ അങ്ങനെ ഇത് സംഭവിച്ചു പോയി. ക്ഷമിക്കേ. ഇനി ഞാൻ ഉറപ്പായി നോട്ട് കംപ്ലീറ്റ് ചെയ്യും. ഞങ്ങൾ ഷൂവിനകത്ത് കല്ലിട്ട കാര്യം ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ക്രിസ്റ്റീനയുടെ ഷൂവിലെ കല്ലുകൾ എടുത്തു കളയണം. അന്യരെ ദ്രോഹിക്കുന്നത് പാപമാണ്. ഇനി ആരെയും ദ്രോഹിക്കരുത്. ഇനി മേലിൽ ഞങ്ങൾ ആരെയും ദ്രോഹിക്കില്ല. തെറ്റുപറ്റിപ്പോയി. നമുക്ക് ഇപ്പൊ തന്നെ കല്ലുകൾ എടുത്തു കളയാം. ദൈവകൽപ്പനകൾ അനുസരിച്ച് നന്മ പ്രവർത്തിക്കുന്നവർ ഈ ഭൂമിയിൽ ഐശ്വര്യം ആസ്വദിക്കും.